കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞാനൊരു കുഞ്ഞു വീഡിയോ കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ച് വെള്ളം തിളച്ച് അരിയൊക്കെ കഴുകി അരി ഇടുകയാണ് കേട്ടോ. ഇതാണെങ്കിൽ കുറച്ച് വേവുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ ഒരു 1.5 മണിക്കൂർ നല്ലോണം കത്തിച്ച് വേവിക്കണം, എന്നാലിത് വെന്ത് കിട്ടുള്ളൂ. റേഷൻ അരി അല്ല, മാവേലിന്ന് വാങ്ങിയ അരിയാണ് കേട്ടോ, വേവുള്ള അരിയാണ്. അപ്പോൾ ഞാനിത് അടുപ്പത്തിട്ടാണ്. അടുപ്പത്തിട്ട് ഞാൻ വിറകടുപ്പത്താണ് കേട്ടോ കുക്ക് ചെയ്യാറ്. അപ്പോൾ ഞാൻ എൻ്റെ അടുക്കളയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ചെറിയൊരു കുഞ്ഞ് അടുക്കളയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കുറുമ്പി അടിയിട്ടുണ്ട്, അത് കോരിക്കളയട്ടെ. അത് വിറകുമ്പെന്ന് പൂള് തെറിച്ചതാണെന്ന് തോന്നുന്നു. അപ്പം ഞാനിത് ആ കുറുമ്പ് എടുത്ത് കളഞ്ഞു. നല്ലതുപോലെ അടിയിൽ കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അരി നമ്മുടെ കലത്തിൻ്റെ അടിയിൽ കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അരി അവിടെ ഒട്ടിപ്പിടിക്കും കേട്ടോ. ചോറ് വെന്ത് കിട്ടുമ്പോൾ പിടിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് ഈ കുഞ്ഞു അടുക്കള. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, താത്ത വീട്ടിൽ കഴിഞ്ഞോ, ഹൗസ് വാമിങ് കഴിഞ്ഞോ, പുതിയ വീട്ടിൽ കൂടിയോ ചോദിക്കുന്നുണ്ട്. മക്കളെ കൂടിയിട്ടില്ല, ഇനിയും അതിൻ്റെ പണി ബാക്കിയാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടിയിൽ ടൈലിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, അടി ഇട്ടിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ കുഞ്ഞു സ്വർഗം പൊളിച്ചിട്ട് ഇവിടെ ഒരു അടുക്കളയും കൂടെ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് വീടിരിക്കൽ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ വീടിരിക്കലിന് നമ്മളെ ഹൗസ് വാമിങ്ങിന് നിങ്ങളെല്ലാവരും വിളിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കണ്ടാൽ നമ്മളെ ഹൗസ് വാമിങ് എന്നാണ് ഡേറ്റൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. ഹൗസ് വാമിങ് എല്ലാ കൂട്ടുകാരും ഞാൻ അറിയിക്കും, എന്നിട്ട് തന്നെ ഞാൻ നടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം, നമ്മളെ വീടിൻ്റെ പണി തീർന്ന് നമുക്കൊരു കുഞ്ഞ് സ്വർഗം തന്നെ പിന്നെ അടുക്കളയായിട്ട് ഉണ്ടാക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. അതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം. അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാർക്ക് വീടൊന്നുമില്ലല്ലേ, എല്ലാവർക്കും വീടാവാനും സ്ഥലമില്ലാത്തവർക്ക് സ്ഥലമാവാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. എല്ലാവർക്കും പഠിച്ചോന് എല്ലാ ആഗ്രഹങ്ങളും അതൊക്കെ സ്വാലിഹായ ആഗ്രഹങ്ങളാണ്, അപ്പോൾ അത് സാധിച്ചു കൊടുക്കട്ടെ കേട്ടോ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കറി എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങും പരിപ്പും തക്കാളിയും കുമ്പളങ്ങ കഷ്ണവും എല്ലാം ഇട്ടിട്ടൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതാ ഉപ്പിടാൻ മറന്നിന്ന് ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഈ വിറക് അടുപ്പിലാകുമ്പോൾ എപ്പോഴും വെണ്ണീർ ഇങ്ങനെ പാറും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളൊരു കൈക്കല്ലത്തുകൊണ്ട് വെച്ചിട്ട് തുടച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ നാളികേരമൊക്കെ അരച്ച് പാർന്ന് ഇതൊന്ന് വറവിടണം, അപ്പോൾ നമ്മളെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. പിന്നെ എന്നൊരു സ്പെഷ്യൽ എന്ന് പറയാൻ മാങ്ങ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ മാങ്ങ ചമ്മന്തി അരക്കാൻ കുഞ്ഞാണെ അപ്പോൾ ഇവിടെ എല്ലാ വീഡിയോ എടുത്ത് തരാൻ. അപ്പോൾ ഞാൻ ഒറ്റക്കായതുകൊണ്ട് മാങ്ങ ചമ്മന്തിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ഈ കറിയും മാങ്ങ ചമ്മന്തി മാത്രമാണ് സ്പെഷ്യൽ. അപ്പോൾ ആ കറി ഞാൻ കടുകും കറിവേപ്പിൻ്റെലൊക്കെ ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണയിൽ തൂമിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറിക്ക് സ്വാദ് കൊടുക്കും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ നിങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ എനിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, കാണുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ, അറിയാൻ പറ്റുള്ളൂ. ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.